ഓറക്കിൾ ഇന്ത്യയിൽ 12,000 തൊഴിലാളികളെ പിരിച്ചുവിട്ടു. ഓയിൽ വിലയിൽ വൻ ഏറ്റക്കുറച്ചിലുകൾ. ഇന്ത്യൻ ഓഹരി വിപണി നേരിയ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു. ലോകവിപണികളിൽ സമ്മിശ്ര പ്രതികരണം. ഇന്ത്യ AI പവർ ഹൗസ് ആകുമെന്ന് പ്രതീക്ഷ. കേരള സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗൾഫ് യുദ്ധം ഭീഷണി. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക. ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. ഓറക്കിൾ ഇന്ത്യയിൽ 12,000 തൊഴിലാളികളെ പിരിച്ചുവിട്ടു. അമേരിക്കൻ ടെക് ഭീമനായ ഓറക്കിൾ ലോകവ്യാപകമായി 30,000 ജോലികൾ കുറച്ചു. ഇതിൽ ഇന്ത്യയിൽ മാത്രം 12,000 തൊഴിലാളികളെ ബാധിച്ചു. AI ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മേഖലയിലേക്കുള്ള മാറ്റത്തിന്റെ ഭാഗമായാണ് ഈ പിരിച്ചുവിടൽ. മറ്റൊരു റൗണ്ട് 1 മാസത്തിനുള്ളിൽ പ്രതീക്ഷിക്കുന്നു. ബംഗളൂരു, ഹൈദരാബാദ് തുടങ്ങിയ IT ഹബ്ബുകളിൽ ഇത് വലിയ ആഘാതമുണ്ടാക്കുന്നു. ഓയിൽ വിലയിൽ വൻ ഏറ്റക്കുറച്ചിലുകൾ. ഗൾഫ് യുദ്ധം തുടരുന്നതോടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ഒരു ബാരലിന് $108 അതിനു മുകളിലും എത്തിയിരുന്നു. എന്നാൽ ട്രംപിന്റെ 2-3 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാം എന്ന പ്രസ്താവനയ്ക്ക് ശേഷം വിലയിൽ കുറച്ച് തിരുത്തലുണ്ടായി. പെട്രോൾ, ഡീസൽ വിലകൾ ലോകവ്യാപകമായി ഉയരുന്നത് തുടരുന്നു. ഇന്ത്യൻ ഓഹരി വിപണി നേരിയ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു. പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയ ഏപ്രിൽ 1-ന് സെൻസെക്സ് 1,73,000 പോയിന്റുകൾക്ക് മുകളിലും നിഫ്റ്റി 22,670 പോയിന്റുകൾക്ക് മുകളിലും ക്ലോസ് ചെയ്തു. മിഡിൽ ഈസ്റ്റ് യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയും ഓയിൽ വിലയിലെ ചെറിയ കുറവും വിപണിയെ ബൂസ്റ്റ് ചെയ്തു. ലോകവിപണികളിൽ സമ്മിശ്ര പ്രതികരണം. അമേരിക്കൻ വിപണികളിൽ S&P 500, നോസ്ഡാക്ക് എന്നിവ നേരിയ നേട്ടം നേടി. എന്നാൽ യുദ്ധത്തിന്റെ അനിശ്ചിതത്വം കാരണം ഏപ്രിൽ മാസം വോളറ്റൈലാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സ്പേസ് എക്സ് IPOയ്ക്ക് അപേക്ഷ നൽകിയത് വിപണിയിൽ ശ്രദ്ധ നേടി. ഇന്ത്യ AI പവർ ഹൗസ് ആകുമെന്ന പ്രതീക്ഷ. മാക്വറി പോലുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയെ AI മേഖലയിലെ ഭാവി ശക്തിയായി കാണുന്നു. എന്നാൽ ഓറക്കിൾ പോലുള്ള ലേ ഓഫുകൾ ടെക് മേഖലയിലെ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു. കേരള സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗൾഫ് യുദ്ധം ഭീഷണി. ഗൾഫ് രാജ്യങ്ങളിലെ യുദ്ധം കാരണം കേരളത്തിലെ റെമിറ്റൻസിൽ 20% വരെ കുറവ് വരാനുള്ള സാധ്യത. യുദ്ധം നീണ്ടാൽ ടൂറിസം, വ്യാപാരം എന്നിവയും ബാധിക്കും. ഇന്ന് ഗുഡ് ഫ്രൈഡേ അവധിയായതിനാൽ അടുത്ത ട്രേഡിംഗ് ഏപ്രിൽ 4-ന് മാത്രം. ഹെഡ്ലൈൻസ്. ഓറക്കിൾ ഇന്ത്യയിൽ 12,000 തൊഴിലാളികളെ പിരിച്ചുവിട്ടു. ഓയിൽ വിലയിൽ വൻ ഏറ്റക്കുറച്ചിലുകൾ. ഇന്ത്യൻ ഓഹരി വിപണി നേരിയ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു. ലോകവിപണികളിൽ സമ്മിശ്ര പ്രതികരണം. ഇന്ത്യ AI പവർ ഹൗസ് ആകുമെന്ന് പ്രതീക്ഷ. കേരള സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗൾഫ് യുദ്ധം ഭീഷണി. ഞാൻ ദേവിക. ബുക്കർമാൻ ബിസിനസ് ന്യൂസ് വീണ്ടും നാളെ രാവിലെ 7:30-ന്. ഹാവ് എ നൈസ് ഡേ.